ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ന്യൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഒരു ത്രിബിൾ എക്സൽ ഗൗണാണ് കാണിക്കുന്നത്, എലൈൻ ഗൗൺ. അപ്പോൾ അതിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതിന് പരിചയപ്പെടാം. ഒരു നെറ്റ് പീസ് സെപ്പറേറ്റ് ചേർത്ത് നമ്മൾ ഫ്രണ്ടിലും സ്ലീവിനും പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കി ഫ്രണ്ടിൽ ഈ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ഒരു ചെറിയ ഓപ്പണും കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ എലൈൻ ഫ്രോക്ക്. ഇതിൻ്റെ സൈഡിലാണ് സിബ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ സ്ലീവിന് മുട്ടിന് താഴെ കഴിഞ്ഞിട്ട് താഴോട്ടാണ് നെറ്റ് പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ സൈഡിൽ സിബ് ഇത്രയും ഭാഗം ഓപ്പണായിട്ട് കിട്ടും. നമുക്ക് ഇടാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അങ്ങനെ ആവുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്ന മെറ്റീരിയൽ 1/2 മീറ്റർ നെറ്റിൻ്റെ തുണിയും 4 മീറ്റർ ലൈനിങ്ങും 4 മീറ്റർ ഷിഫോൺ മെറ്റീരിയലുമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് വേണ്ട 62 ഇഞ്ചിലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 61 ഇഞ്ച് ഫിനിഷിങ് വേണം. അതിനുവേണ്ടി 62 ഇഞ്ചിൽ ഇത് ഒപ്പം മടക്കിയിട്ട് ഞാനിവിടെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒപ്പം നീളത്തിലും വീതിയിലും മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 4 മടക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ 8.5 ഇഞ്ചും 1/2 ഇഞ്ച് ഷോൾഡർ ചെരിവും അടയാളപ്പെടുത്തി. പിന്നെ കൈക്കുഴി 8 ഇഞ്ച് അത് നമ്മൾ മാർക്ക് ചെയ്ത്. ഇതിന് 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. മുകളിലത്തെ നല്ല മെറ്റീരിയൽ 44 ഇഞ്ച് വീതിയാണ്. ഇതിൻ്റെ ചെസ്റ്റ് എന്നത് 11.5 ഇഞ്ചിലാണ്. പിന്നെ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ചും കൂടി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും 11.5 ഇഞ്ച് തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടുമ്പോൾ വൃത്തികേടായിരിക്കും. അതിൻ്റെ താഴോട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് പോരുന്നത്. പിന്നെ യോക്കിൻ്റെ ഇറക്കം 16 ഇഞ്ചും ഹിപ്പിൻ്റെ ഇറക്കം 22 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ വേസ്റ്റ് അളവ് അടയാളപ്പെടുത്താം. 10.5 ഇഞ്ച് വേസ്റ്റ് അളവും ഹിപ്പിൻ്റെ ആ ഭാഗത്ത് ഒരു 13 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഇതിൻ്റെ താഴോട്ട് നമ്മളൊരു ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെങ്ത്തിൻ്റെ ഭാഗത്തല്ല, സൈഡ് ഭാഗത്തായിട്ട് ഫ്ലെയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്യാനുള്ള ഭാഗം മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ഈ ഭാഗം വരുമ്പോൾ നമ്മൾ ഇവിടെ വരെ കട്ട് ചെയ്യണുള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ജോയിൻറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, അത് അവിടെ സൈഡിൽ കോണായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും. ആ പീസ് അവിടെ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് വെട്ടിക്കൊടുക്കുന്നത്. ഈ പീസ് ഇവിടെ ഇതുപോലെ നമ്മൾ വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. ഇങ്ങനെ തന്നെ ഞാൻ വച്ച് ആ നേരെയുള്ള വശം തമ്മിൽ ജോയിൻ ചെയ്തെടുക്കും. എന്നിട്ട് ഒപ്പം വെച്ചിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവും കൂടിയുള്ളൂ. സ്ലീവ് നമ്മൾ ഒരു 23 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷേപ്പ് ചെയ്യുന്ന ഭാഗം 10.5 ഇഞ്ചും താഴെ 3.5 ഇഞ്ചുമാണ്. താഴെ തയ്യൽ തുമ്പും കൂടി നമ്മൾ കൂടുതലായിട്ട് എടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വരയ്ക്കണം ചെയ്യുന്നത്. ഈ നെറ്റ് ഈ മുകളിൽ നിന്ന് 15 ഇഞ്ച് താഴത്തെ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടേക്കുന്നത്.
ഇനി സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെറ്റ് വെക്കേണ്ട ഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ നമുക്ക് ലൈനിങ് അതുപോലെ തന്നെ വച്ച് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസ് അതിൻ്റെ മീതെ വെച്ച് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. വേറെ ഇതിൽ മാറ്റമൊന്നും വരുത്താനില്ല. പിന്നെ ഇതിന് നല്ല പീസിനെ അപേക്ഷിച്ച് ലൈനിങ് പീസിന് ഇച്ചിരി വീതി കുറവുണ്ടാവും. അപ്പോൾ കിട്ടുന്ന വീതി എന്താണോ അതാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. ഇതിൻ്റെ ലൈനിങ്ങിനും സൈഡിൽ അല്പം കിട്ടുന്ന ജോയിൻറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ, ഇത് സൈഡിൽ ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ നമുക്ക് അത്രയും കൂടി ഫ്ലെയർ നമുക്ക് താഴെ കിട്ടും. അപ്പോൾ ലൈനിങ്ങിനും അതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ആ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സ്ലീവും ഇതേപോലെ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ സൈഡിലുള്ള ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പീസിനും ലൈനിങ് പീസിനും സൈഡിലുള്ള ജോയിൻറ്റ് ചെയ്തിട്ട് ഇതൊപ്പം വച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിനും അതേപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസിലെ സെൻറ്റർ ഓപ്പൺ ചെയ്യണം. സെൻറ്ററിൽ നമ്മൾ പോട്ട്ലി ബട്ടൺസ് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഫ്രണ്ടിൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഞാൻ അതിന് വേണ്ടി അത് കട്ട് ചെയ്യണം ഫ്രണ്ടിൽ. എന്നിട്ട് നമ്മൾ മുകളിൽ വയ്ക്കേണ്ട പീസും കഴിച്ചിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ പോട്ട്ലി ബട്ടൺസ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് നമുക്ക് അതിൻ്റെ നെക്കിൻ്റെ അളവും ആ പീസ് വയ്ക്കേണ്ട അളവൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 14-15 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിലാണ് ഞാനിവിടെ ആ പീസ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ താഴോട്ടാണ് നമ്മൾ പോട്ട്ലി ബട്ടൺസ് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ഏകദേശ മാർക്കാണ് ഞാൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ട ബട്ടൺസ് വെച്ച് കൊടുക്കേണ്ടതിൻ്റെ മാർക്കൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ പോട്ട്ലി ബട്ടൺസ് നമ്മൾ ഈ തെർമോക്കോളിൻ്റെ ബോൾസ് കടകളിൽ മേടിക്കാൻ കിട്ടും. അത് ഈ നെറ്റിൻ്റെ തുണിയുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ 2 എണ്ണം അടുപ്പിച്ച് വെച്ചാണ് ഓരോ സ്ഥലത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് ഒരു പീസുമ വച്ച് പിടിപ്പിക്കണം. നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ പോട്ട്ലി ബട്ടൺസ് ഈ 2 എണ്ണം ഒരു സൈഡിൽ വച്ച് പിടിപ്പിക്കണം. എന്നിട്ട് വേണം ആ 2 സൈഡും ഒപ്പം വച്ചിട്ട് അടിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു സൈഡിൽ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 തുമ്പും ഒരുമിച്ച് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അടിച്ചെടുക്കുമ്പോൾ താഴെ എത്തുമ്പോൾ കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്യുന്നുണ്ട്. പോട്ട്ലി ബട്ടൺസ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10-11 ഇഞ്ചോളം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗം കഴിഞ്ഞിട്ടുള്ള ഭാഗം അടിച്ച് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് നമ്മൾ കൂടുതലുള്ള തയ്യൽ തുമ്പ് പോട്ട്ലി ബട്ടൺസിൻ്റെ കൂടുതലുള്ള തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു പുറം കാണി അടിച്ചെടുക്കണം. അപ്പോൾ ഇത് പതിഞ്ഞിരുന്നോളും, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. ഇനി ഇതിൻ്റെ താഴെ ലൈനിങ് പീസ് വെച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് വയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ ഇത് പേപ്പർ സ്പ്രേ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് അടിക്കുമ്പോൾ നെറ്റ് നേരെ വെച്ച് അടിക്കുമ്പോൾ ഈ സ്പ്രേ പേപ്പർ കളറിൻ്റെ കളറ് കാണുമല്ലോ, അതിന് വേണ്ടി നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് ഈ പേപ്പർ സ്പ്രേ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 15 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 7.5 ഇഞ്ച് നെക്ക് ലെങ്ത്തും. എന്നിട്ട് ഒരു യു ഷേപ്പിൽ ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കും യു ഷേപ്പ് തന്നെയാണ്. എന്നിട്ട് ഇത് നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണിയുടെ ഉള്ളിൽ വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചാലും നെറ്റ് പീസും അത് അറ്റാച്ച് ആവില്ലല്ലോ. അതുകൊണ്ട് ഇത് വച്ചിട്ട് ഞാൻ ജസ്റ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈനിങ് പീസും നെറ്റ് പീസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊപ്പം വെച്ചിട്ട് ഈ പീസും അതിൻ്റെ മീതെ വെച്ച് ജസ്റ്റ് ഒന്ന് ആദ്യം അടിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അരിക് മടിക്കടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ അതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം അരികത്ത് കൂടെ ഒന്ന് അടിച്ചെടുത്ത് വെച്ചേക്കണേണ്. ഇനി ഇത് ഒപ്പം ഒപ്പം മടക്കി ചുറ്റിനും ഇങ്ങനെ അടിച്ചെടുക്കണം. എന്നിട്ട് ഈ സ്റ്റിച്ചൊക്കെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അഴിച്ച് കളയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി വലിയ കാണിയിൽ തന്നിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതലുള്ള തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മളിത് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കഴുത്തിന് വേറെ പീസ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കണ്ടല്ലോ. അതേപോലെ ചീത്ത വശത്ത് അടിച്ച് മറിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നീങ്ങി പോകാണ്ട് തന്നെ അടിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചെടുത്തിട്ട് ഇത് മുകളിൽ കൂടെ പതിച്ച് വെച്ച് അടിക്കണം. നെക്കിൻ്റെ ഭാഗവും ആ നെറ്റിൻ്റെ അടിഭാഗവും ഇതേപോലെ പതിച്ച് വെച്ച് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ പതിച്ച് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ ചെരുവൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ അരയിഞ്ച് ഷോൾഡർ ചെരുവ് കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് വെട്ടി കൊടുക്കണം. ഇതൊക്കെ ഈ സമയത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. വണ്ണമൊക്കെ കറക്റ്റ് ചെയ്യണം. എല്ലാം ഈ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലെ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിലെ നെക്ക് ഇതേപോലെ ഫ്രണ്ട് നെക്ക് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഒപ്പം കട്ട് ചെയ്തെടുക്കരുത്. ഒരു തയ്യൽ തുമ്പിനുള്ള 4 ഇഞ്ച് തള്ളിയിട്ടിട്ട് വേണം നെക്ക് വിട്ട് അടയാളപ്പെടുത്താൻ. പിന്നെ ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. ബാക്കിലെ ഷോൾഡർ ചെരുവും നമ്മൾ ഇതോടൊപ്പം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. കൂടുതലുള്ള കൈക്കുഴിയൊക്കെ നമ്മൾ കറക്റ്റാക്കി വെട്ടിയെടുക്കണം ഈ സമയത്ത്. എന്നിട്ട് ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് സാധാരണ എല്ലാത്തിനും ചെയ്യുന്നത് പോലെ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബാക്കിലെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവുമ്മ നെറ്റ് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ നെറ്റ് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നെറ്റ് എടുത്തിട്ട് നമ്മൾ സ്ലീവുമ്മ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് വെച്ച് ആദ്യം നെറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ നെറ്റ് അടിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സ്ലീവിൻ്റെ ലൈനിങ്ങൊക്കെ ജോയിൻ ചെയ്ത് എടുക്കണം കേട്ടോ ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ താഴ്ഭാഗത്തും ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് വേണം മോൾ ഭാഗം മടിക്കടിക്കാൻ. അപ്പോൾ ആ തയ്യൽ തുമ്പും അങ്ങനെ കവർ ചെയ്ത് പൊക്കോളും.
ഇതേപോലെ വെച്ചാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ സ്ലീവും അത് നെറ്റ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്യാം. സാധാരണ എല്ലാ ഫ്രോക്കിനും ചെയ്യുന്നത് തൊട്ട് തന്നെ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി സൈഡ് കൂട്ടുന്ന പണി മാത്രമേ ഉള്ളൂ. ഇത് ഒരു സൈഡ് സിബ്ബാണ് നമ്മൾ വയ്ക്കുന്നത്. ഞാൻ മിക്ക ഇതിലും സിബ്ബ് വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സിബ്ബ് വയ്ക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല. സൈഡൊക്കെ നമ്മുടെ എത്ര വണ്ണം ആവശ്യമുണ്ട് അതനുസരിച്ച് ജോയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഈ ഭാഗത്താണ് നമ്മളിവിടെ സിബ്ബ് വയ്ക്കുന്നത്. ഇപ്പം നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടിഭാഗം മാത്രമേ ഉള്ളൂ. അടിഭാഗം ഇതേപോലെ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അടിയിൽ വെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. ചീത്ത വശത്ത് അല്ല, നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് ചീത്ത വശത്തേക്ക് മടക്കി വെച്ച് പതിച്ചടിക്കും. ലൈനിങ് പീസ് സാധാരണ പോലെ തന്നെ 2 മടക്കാക്കി മടക്കി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എലൈൻ ഫ്രോക്ക്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തയ്ക്കാൻ നല്ല എളുപ്പമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.